ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. അങ്ങാടിപ്പുറത്ത് കാലങ്ങളായി ബ്ലോക്ക് നഗരിയായിരുന്നു. ക്ഷേത്ര നഗരി ബ്ലോക്ക് നഗരിയായി മാറിയിരുന്നു. ഈ വഴി പോകാൻ ആളുകൾ ഭയപ്പെട്ടിരുന്നു. പിന്നീട് MLA ഫണ്ട് ചെലവഴിച്ച് കട്ടപതിപ്പിക്കൽ നടത്തി. പിന്നെ ആകെ പ്രശ്നം ഉണ്ടായിരുന്നത് പാലത്തിലെ കുഴികളാണ്. കുഴികൾ അടയ്ക്കാൻ വേണ്ടി UDF നിങ്ങൾ ഒരുപാട് സമരം നടത്തി. MLA നേരിട്ട് സമരം നടത്തി. എന്നിട്ടും കുഴി അടയ്ക്കുന്ന കാര്യത്തിൽ നീണ്ടുപോയി. ഇപ്പോൾ കുഴി അടച്ചിട്ടുണ്ട്. പാലത്തിലൂടെ സുഗമമായി വാഹനങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ ഈ കുഴി അടയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും അലംഭാവം ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഈ നിങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ഒരു വിജയമെന്ന് പറയേണ്ടി വരുമോ ഇപ്പോഴുള്ള സുഗമമായ ഈ ഗതാഗതം കുഴി അടച്ചതിന് ശേഷം? പാലവുമായി ബന്ധപ്പെട്ട ഗതാഗതക്കുരുക്കിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് UDFന് നേരത്തെ അറിയാം. ഇതിലെ പ്രധാന വിഷയം വർഷക്കാലം വന്നപ്പോൾ ഉണ്ടായ കുഴികൾ രൂപാന്തരപ്പെട്ട് ആ കുഴികളിൽ വലിയ ചരക്ക് വാഹനങ്ങളും ആഡംബര വണ്ടികളും കാറുകളുമൊക്കെ വളരെ സ്ലോവിൽ കുഴികളിൽ ഇറങ്ങിക്കയറിയുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു. മണിക്കൂറുകളോളം ഇവിടെ വണ്ടികൾ ഹോൾഡായി നിൽക്കുന്നൊരു പ്രശ്നമുണ്ടായത്. ഞങ്ങൾ നിരന്തരമായി അതിന് MLA ബന്ധപ്പെട്ട് MLA ഇടപെട്ടുകൊണ്ട് ഫണ്ട് അനുവദിച്ച് ഇവിടെ ആ കുഴികൾ തീർക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം എന്തോ ചില ബാഹ്യ ശക്തികൾ ഉദ്യോഗസ്ഥന്മാരെ ആ പണിയെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ച് വളരെ പ്രയാസപ്പെട്ട് ദിവസങ്ങളോളം അതിന് തടസ്സം നിൽക്കുകയുണ്ടായത്. അപ്പോഴാണ് MLAയുടെ നേതൃത്വത്തിൽ മലപ്പുറത്തേക്ക് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്കും തുടർന്ന് UDF അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇരിക്കുന്ന പെരിന്തൽമണ്ണ നാഷണൽ അതോറിറ്റിയുടെ PWD ഓഫീസിലേക്കൊക്കെ സമരം നടത്തി. അതും നടത്തിയിട്ടും ഈ കുഴികൾക്കുള്ള പരിഹാരം കാണാത്തത് കൊണ്ടാണ് ഒരു ദിവസം കഴിഞ്ഞ മാസത്തിൽ ഞങ്ങളിവിടെ റോഡ് ഉപരോധ സമരവുമായിട്ട് വന്നത്. അന്നൊക്കെ ഞങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം ഇവിടുത്തെ കുഴികളാണ് പ്രശ്നമെന്നുള്ളത്. അപ്പോൾ ആ കുഴികളിൽ ജൂബിലി റോഡ് മുതൽ ഒരാടമ്പാലം വരെ വരുന്ന ഈ നിരത്തിലുള്ള വലിയ കുഴികളിൽ വാഹനങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരുന്നു ഇവിടെ ഗതാഗത കുരുക്കുണ്ടായിരുന്നത്. ഓണം പ്രമാണിച്ചൊക്കെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് ഈ കുഴികളായിരുന്നു പ്രശ്നം. അങ്ങാടിപ്പുറം വില്ലേജ് ഓഫീസിൻ്റെ മുൻവശത്തെ, അതുപോലെ തന്നെ തിരുമാതാംകുന്ന് അമ്പലത്തിൻ്റെ മുൻവശത്തെ ഇവിടെ MLA കട്ട പതിക്കുന്നതിന് മുന്നേ ഉള്ളൊരവസ്ഥ, MLAയുടെ നേതൃത്വത്തിലുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കട്ട പതിച്ചപ്പോൾ ആ കട്ട പതിക്കുന്നതിന് മുമ്പ് വലിയ കുളങ്ങളായിരുന്നു. ആ കട്ട പതിച്ച ഗതാഗതത്തിന് യോഗ്യമായപ്പോഴും ഈ മേൽപ്പാലം കയറുന്ന ഭാഗത്തും മേൽപ്പാലം ഇറങ്ങുന്ന ഭാഗത്തും ജൂബിലി റോഡ് കഴിഞ്ഞുമൊക്കെ വലിയ കുഴികളായിരുന്നു രൂപപ്പെട്ടത്. ആ കുഴികൾ മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തിയത്. ഇപ്പോൾ കണ്ടില്ലേ, ആ കുഴികൾ മാറിയ സമയത്ത് ഇവിടെ ഒരാഴ്ചയായി വലിയ തോതിലുണ്ടായിരുന്ന ബ്ലോക്കുകളൊക്കെ ഒഴിവായി ജനങ്ങൾക്ക് സുഗമമായി ഓഫീസ് സമയത്തും ഓഫീസ് വിടുന്ന സമയത്തും സ്കൂൾ തുടങ്ങുന്ന സമയത്തും സ്കൂൾ വിടുന്ന സമയത്തുമൊക്കെ പോകാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഗതാഗത കുരുക്കിന് കാരണം ഈ നാഷണൽ ഹൈവേയിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികളാണ്. അത് അടക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടത്. ഇവിടെ ഈ കുഴികൾ രൂപപ്പെട്ട് ബ്ലോക്ക് വന്നപ്പോൾ ഇവിടെ പല സോഷ്യൽ മീഡിയയിൽ പല വിദ്വാൻമാരും ഇവിടുത്തെ പല നേതാക്കന്മാരും പല ഭരണകക്ഷി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ മാനസിക രോഗികളെ പോലെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഈ കുഴികൾ ഉള്ള ഈ ഭാഗത്ത് ബ്ലോക്കായി നിൽക്കുമ്പോൾ, ഈ പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ബ്ലോക്കായി നിൽക്കുമ്പോൾ അതിൽ സന്തോഷം കൊണ്ടുകൊണ്ട് ആളുകളുടെ ബുദ്ധിമുട്ടിൽ അവർ സന്തോഷം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രവണത കണ്ടിരുന്നു. വളരെ മോശമായ പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾക്കത് തോന്നിയത്. കാരണം അവനവൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഈ പൊതുമരാമത്ത് പണികൾ ചെയ്യിക്കാതെ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കുഴികളിൽ നിന്നും ഈ കുഴികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കിൽ നിന്നും സന്തോഷം കണ്ടുകൊണ്ട് MLAക്കെതിരെ എങ്ങനെ പോസ്റ്റർ അടിക്കാം എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, മുമ്പൊക്കെ ഇവിടെ ഗതാഗത കുരുക്കുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ നിയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ തിരിച്ചുകൊണ്ടും ലൈനിൽ നിന്നും തിരിച്ച് അതുപോലെ തന്നെ കൂടുതൽ വാഹനങ്ങൾ ഒന്നിച്ചു വന്നുകൊണ്ട് ബ്ലോക്കിലേക്ക് കയറ്റിക്കൊണ്ടുമൊക്കെ ഇവിടെ ഗതാഗത കുരുക്കുണ്ടാക്കിയിരുന്നതും പലതും ഇവിടെ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഇനി ആരും തെറ്റിദ്ധരിപ്പുണ്ടാക്കിക്കൊണ്ട് ഇവിടേക്ക് വരാഞ്ഞാൽ മതി. എന്നാൽ ഇവിടെ ഒരു ബ്ലോക്കും ഉണ്ടാവില്ല. ഇവിടെ സമയാസമയങ്ങളിൽ ഗവൺമെൻറ് ചെയ്യേണ്ട റിപ്പയർ വർക്കുകൾ ചെയ്താൽ തന്നെ ഒരുവിധം ഗതാഗത കുരുക്കൊഴുകാവും. പിന്നെ കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ഹൈവേയിൽ
ഉൾക്കൊള്ളുന്ന വാഹനങ്ങളല്ല അങ്ങാടിപ്പുറത്ത് ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്ര നഗരിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള റെയിൽവേ, അതുപോലെ തന്നെ ഓഫീസുകളെ, FCI, അതുപോലെ തന്നെ ബിവറേജിൻ്റെ ഗോഡൗണ് തുടങ്ങി അനവധി വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായതുകൊണ്ട് വാഹനങ്ങളുടെ ചരക്ക് വാഹനങ്ങളുടെ ആധിക്യം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിനാണ് ഈ മേൽപ്പാലം വന്നതിന് ശേഷം ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് വേണമെന്ന് UDFൻ്റെ നയം കൂടിയായിരുന്നു. അപ്പോൾ അതിനൊന്നും ശ്രമിക്കാതെ നിവേദന സമരവുമായിട്ട് മാത്രം പോവുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ ഭരിക്കുന്ന പാർട്ടിക്കാർ ഇങ്ങനെ നിവേദനം കൊടുത്ത് വഷളാവേണ്ട ആവശ്യമുണ്ടോ? അവർക്കൊന്ന് അവരുടെ പാർട്ടിക്കാരോട് കണ്ണ് തുറന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പോൾ MLAയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം ഈ വൈലോങ്ങര ഒരാടംപാലം ബൈപ്പാസിൻ്റെ തീവ്രമായ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ ബ്ലോക്ക് കുറഞ്ഞ് ഇനി ഒരു ബ്ലോക്കോ രൂക്ഷമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ അങ്ങാടിപ്പുറത്ത് കൂടി വാഹനങ്ങൾ കടന്നു പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ സുഗമമായി വണ്ടികൾ ഹോൾഡ് ആവാതെ പോയാൽ പാലത്തിലൊരു കുരുക്കില്ല. സത്യത്തിൽ കുരുക്കുണ്ടായിരുന്നത് പാലം എത്തുന്നതിന് മുമ്പ് ടൗണിൽ പോലീസ് തടഞ്ഞു നിർത്തും, അവിടെയും പോലീസ് തടഞ്ഞു നിർത്തും. പാലത്തിലൊരു കുരുക്കില്ല, സുഗമമായി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുവാഹനങ്ങൾ ബ്ലോക്കായി കഴിഞ്ഞാൽ അവരും ഓട്ടോറിക്ഷകളുമൊക്കെ പിന്നെ അവരുടെ ജീവിതമാർഗമാണല്ലോ, അവർ സ്പീഡിൽ മുന്നിലേക്ക് കയറി വരാൻ ശ്രമിക്കും. അപ്പോൾ പിന്നെയും കുരുക്കുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാഹനങ്ങൾ ഹോൾഡ് ആവുന്നില്ലെങ്കിൽ പിന്നെ ആർക്കും പ്രശ്നങ്ങളില്ല. ഒന്നിന് പിറകെ ഒന്നായി നിയമം പാലിച്ചുകൊണ്ട് എല്ലാവരും പോകും. അപ്പോൾ ഇവിടുത്തെ ഗതാഗത കുരുക്കിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഒരാടംപാലം മുതൽ അങ്ങോട്ട് പെരിന്തൽമണ്ണ ജൂബിലി വരെ ഉണ്ടായിരുന്ന കുഴികളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരാടംപാലം എന്ന് പറയുന്ന പാലത്തിൻ്റെ മുകളിൽ ഒരു 4 കുഴി ഉണ്ടായിട്ട് ആ ദിവസങ്ങളിലൊക്കെ വണ്ടി തിരൂർക്കാട് ITCയിലെ ചാലിനകത്ത് പമ്പിൻ്റെ അതുവരെ വണ്ടികൾ ഹോൾഡായി നിന്നു. നമുക്കറിയാം ഒരാടംപാലത്തിൽ മേലുണ്ടായ കുരുക്കാണ്. അവിടെ ആ കുഴികളായിരുന്നു പ്രശ്നം. അങ്ങോട്ടും ഇങ്ങോട്ടും കുഴി തൂർത്തപ്പോൾ അവിടെയും പ്രശ്നമില്ല. അപ്പോൾ കുഴികളാണ് പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് UDF നേതാക്കന്മാരെയും പ്രവർത്തകരെയും ട്രോളാനാണ് ഈ മാനസിക രോഗം പിടിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് സന്തോഷിക്കുന്ന, ബ്ലോക്കിനെ സന്തോഷമാക്കി തീർക്കുന്ന ആളുകളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഒരു സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ പാർട്ടിയോടൊക്കെ പറഞ്ഞിട്ട് ബൈപ്പാസുമായി മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.